എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മേറ്റുമാരെ കൂലി വർദ്ധിച്ചാൽ 700 രൂപ കൂലി വർദ്ധിച്ചു. അപ്പോൾ അതെങ്ങനെ ലഭിക്കും, ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളതാണ് വീഡിയോ ഫുള്ളായിട്ട് കാണണേ. പിന്നെ മേറ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് അവരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ജനറൽ വിഭാഗത്തിന് 10ാം ക്ലാസ് പാസ്, SC/ST വിഭാഗത്തിന് 8ാം ക്ലാസ് പാസ്. അതുകൂടാതെ 25 പണിയങ്ങൾ മിനിമം എടുത്തിരിക്കണം. ഇവർക്ക് മാത്രമേ മേറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൂടാതെ ട്രെയിനിങ് ഉണ്ട്, 4 ദിവസത്തെ ട്രെയിനിങ്. 4 ദിവസം കിരീട ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് മാത്രമേ 700 രൂപ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വർഷത്തെ എസ്റ്റിമേറ്റിൽ മാത്രമേ മേറ്റിൻ്റെ കൂലി 700 ആയിട്ടുള്ളൂ. അതിൽ ഡാറ്റയുണ്ട്. കഴിഞ്ഞ വർഷത്തെ വർക്കാണ് ഇവരെടുക്കുന്നതെങ്കിൽ അവർക്ക് മേറ്റിൻ്റെ 700 രൂപ കൂലി ലഭിക്കുകയില്ല. പിന്നെ അതുകൂടാതെ ഇവരെ സെമി സ്കിൽഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് 700 രൂപ ലഭിക്കുന്നത്. ഒരു മേറ്റിന് ഒരു വർഷം 30 ദിവസം 700 രൂപ കൂലി ലഭിക്കും. അതുകൂടാതെ ഇവർക്ക് 100 ദിവസം 346 രൂപ വെച്ചിട്ട് അൺസ്കിൽഡ് പണിയും എടുക്കാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ഈ ഒരു മേറ്റിന് തുടർച്ചയായിട്ട് 30 ദിവസം പണിയെടുക്കാൻ സാധിക്കില്ല. 14 ദിവസം പണിയെടുത്ത ശേഷം ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത 14 ദിവസം അങ്ങനെയാണ് പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ അവരുടെ ടീമിൽ മിനിമം 20 പേരുണ്ടാവണം. അതുകൂടാതെ 20 പേരുണ്ടായാൽ മാത്രം പോരാ, ഒരാഴ്ചൻ്റെ മസ്റ്ററിൽ 6 ദിവസമാണ് പണിയെടുക്കുന്നത്. ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവ് വെച്ചിട്ട് ആ 6 ദിവസം പണിയെടുത്തിൽ 120 മാൻഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ 700 രൂപ കൂലി ലഭിക്കൂ. 119 മാൻഡേഴ്സാണ് ഉള്ളതെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ കൂലിയും ലഭിക്കില്ല. അൺസ്കിൽഡ് ലേബർ 346 കിട്ടില്ല, 700 കിട്ടില്ല, ഒരു പൈസയും കിട്ടില്ല. അപ്പം എല്ലാ മേറ്റുമാരും ശ്രദ്ധിക്കണം 120 മാൻഡേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരെ ടീമിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് 120 മാൻഡേഴ്സ് ആക്കാൻ പറ്റും. എന്നാൽ ചില ആൾക്കാരിൽ ലീവെല്ലാം ആക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ അതുകൂടാതെ മേറ്റിന് ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടാകും. എടുക്കുകയാണെങ്കിൽ ആ മേറ്റ് അതേ ടീമിൽ പണിയെടുക്കുന്ന അൺസ്കിൽഡ് ലേബറെ മേറ്റിൻ്റെ ചുമതല കൊടുത്ത് അവരോട് അളവുകൾ പരിശോധിക്കാൻ പറയണം. പിറ്റേ ദിവസം അവർ ജോലി പ്രവേശിച്ച ശേഷം ഇവരെ അളവെടുത്താൽ കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും വേണം. അതുകൂടാതെ ഇവർക്ക് പിന്നെ 5 ദിവസം മാത്രമേ 6 ദിവസത്തെ മസ്റ്ററുള്ള 5 ദിവസമേ പണിക്ക് വന്നിട്ട് ഒരു ദിവസം ലീവായി. അപ്പോൾ 5 ദിവസത്തെ കൂലിയേ ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ ഇവർക്ക് മാൻഡേഴ്സ് നോക്കുന്നത് 6 ദിവസത്തെ മാൻഡേഴ്സാണ്. 120 മാൻഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ 5 ദിവസത്തെ കൂലി ലഭിക്കുകയുള്ളൂ. അതുകൂടി ശ്രദ്ധിക്കണം. പിന്നെ ചുമതല കൊടുത്തിട്ട് ഒരു അൺസ്കിൽഡ് ലേബർക്ക് ചുമതല കൊടുത്തിട്ട് അവർക്ക് 700 രൂപ ലഭിക്കുകയില്ല. അവർക്ക് 346 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ മേറ്റിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ മസ്റ്ററിൽ ഒപ്പിടിക്കുക, MMS കൃത്യമായിട്ട് ചെയ്യുക, സൈറ്റ് ഡയറി സൂക്ഷിക്കുക, പിന്നെ അവർക്ക് പരിചരണങ്ങൾ ഫസ്റ്റ് എയ്ഡ് മറ്റു കാര്യങ്ങൾ ചെയ്യുക. അതുകൂടാതെ അളവുകളുണ്ട്. ഒരു എസ്റ്റിമേറ്റ് നിശ്ചിത അളവിൽ പണിയെടുക്കേണ്ട അളവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അത്ര അളവുകൾ ഓരോരോ തൊഴിലാളികൾക്കും അളന്ന് കൊടുത്ത് തിട്ടപ്പെടുത്തി അവരത്ര വർക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഒരാഴ്ചയിലാണ് അളവ് എല്ലാ ദിവസവും പണിയെടുക്കുക. അപ്പോൾ ഒരു ദിവസം പണിയെടുത്താൽ അന്ന് ചിലപ്പോൾ കുറച്ച് പണി കുറഞ്ഞെങ്കിൽ പിറ്റേ ദിവസം അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് 6 ദിവസത്തെ പണിയിൽ ഇവർ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള അളവ് കൃത്യമായി രേഖപ്പെടുത്തണം. അളവ് കുറഞ്ഞെങ്കിൽ കൂലി കുറയും. മേറ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അളവുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും വേണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.